നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കും. ആ സമയത്താണ് പല അറബ് ഗോത്രങ്ങളുടെയും അവരുടെ നേതാക്കന്മാരുടെയും കാപട്യം മറനീക്കി രംഗത്ത് വന്നത്. അറബികളിൽ ഒരുപാട് പേർ മതം വിട്ടുപോയി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെയും മുഹാജിറുകളുടെയും യോഗം വിളിച്ചു ചേർത്തു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഈ അറബികൾ അവരുടെ ഒട്ടകങ്ങളെയും ആടുകളെയും തടഞ്ഞു വെക്കുകയും മതത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തിരിക്കുകയാണ്. നമുക്ക് സകാത്തിന് അനുവദിക്കേണ്ട ഒട്ടകങ്ങളെയും ആടുകളെയും അവർ വിട്ടുതരുന്നില്ല. അതിനാൽ നിങ്ങൾ എനിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഉപദേശം തന്നാലും. ഞാൻ നിങ്ങളെ പോലെ ഒരാൾ മാത്രമാണ്, പക്ഷെ അവരുടെ ഈ അച്ചടക്ക രാഹിത്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് മാത്രം. ഈ വാക്കുകൾ കേട്ട മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും മൗനം പാലിച്ചു. ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് മൗനത്തെ ഭഞ്ജിച്ചത്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരാധികാരി, താങ്കൾ അറബികളിൽ നിന്ന് നമസ്കാരം സ്വീകരിക്കുകയും സകാത്തിന്റെ കാര്യം അവർക്ക് വിട്ടുകൊടുക്കുകയും വേണമെന്നാണ് എന്റെ വീക്ഷണം. ജാഹിലിയത്തിൽ നിന്ന് ഈയിടെ മാത്രമാണ് അവർക്ക് മോചനം കിട്ടിയത്. ഇസ്ലാം ഇവരെ വേണ്ടത്ര സംസ്കരിച്ചിട്ടില്ല. ഒന്നുകിൽ അള്ളാഹു അവരെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ അള്ളാഹു ഇസ്ലാമിനെ വളരെയേറെ ശക്തമാക്കും. ഇസ്ലാം ശക്തിപ്പെടുകയാണെങ്കിൽ നമുക്ക് അവരോട് യുദ്ധം ചെയ്യാം. പക്ഷേ അറബ് സമൂഹത്തെ മുഴുവൻ നേരിടേണ്ട കരുത്ത് ഇപ്പോ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നിലവിലില്ല. ഇത് കേട്ട ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായം ആരാഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശരിവെക്കുകയാണ് ഉണ്ടായത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ ശരിവെച്ചു. ശേഷം മുഹാജിറുകളും അൻസാറുകളും എല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെയാണ് പിന്താങ്ങിയത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗപീഠത്തിൽ കയറി. അള്ളാഹുവിനെ വാഴ്ത്തിയ ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിന്റെ അന്ത്യദൂതനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചു. അന്ന് സത്യം തീർത്തും അവഗണിക്കപ്പെട്ടിരുന്നു. ഇസ്ലാം നന്നേ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. അതിന്റെ പാശം തീരെ ദുർബലവും അനുയായികൾ നന്നേ കുറവുമായിരുന്നു. അങ്ങനെ അള്ളാഹു മുഹമ്മദിലൂടെ അവരെ സംഘടിപ്പിച്ചു. ഒരു മാതൃകാ സമൂഹം ഇസ്ലാമിലൂടെ വളർന്നു വന്നു. അള്ളാഹു അവൻ നമുക്ക് നൽകിയ വാഗ്ദാനത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിനുശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയും കൂടി അടിവരയിട്ട് സംസാരിച്ചു: നമ്മുടെ കൂട്ടത്തിൽ കൊല്ലപ്പെടുന്നവൻ രക്തസാക്ഷികളായി സ്വർഗത്തിലും അവശേഷിക്കുന്നവർ അള്ളാഹുവിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഭൂമിയിലും മേധാവിത്വം നേടുവോളം അവന്റെ ആജ്ഞ ഞാൻ നടപ്പിലാക്കും. അവന്റെ മാർഗത്തിൽ ഞാൻ അടരാടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനം അലംഘനീയമാണ്. നിങ്ങളുടെ മുൻഗാമികളെ ഭൂമിയിലെ പ്രതിനിധിയാക്കിയതുപോലെ നിങ്ങൾ വിശ്വാസികളും സൽക്കർമ്മികളുമായവരെ ഭൂമിയുടെ അവകാശികളാക്കുമെന്ന് അള്ളാഹു കരാർ ചെയ്തിരിക്കുന്നു. അള്ളാഹുവാണെ, നബി തിരുമേനിക്ക് അവർ നൽകിയതിൽ നിന്ന് കന്നുകാലികളെ കെട്ടുന്ന ഒരു കയർ തടഞ്ഞു വെച്ച ഈക്കിന്റെ ആത്മാവ് അള്ളാഹുവിന്റെ സന്നിധിയിലെത്തും വരെ ഞാൻ അവരോട് യുദ്ധം നടത്തുക തന്നെ ചെയ്യും. നമസ്കാരവും സകാത്തും തമ്മിൽ അള്ളാഹു വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല, തീർച്ച. അതായത് നമസ്കരിക്കാമെന്നും സകാത്ത് കൊടുത്തു വീട്ടില്ലാമെന്നും വാശി പിടിച്ചിരുന്ന അറബി ഗോത്രങ്ങൾ ഒരൊട്ടകത്തെ കെട്ടുന്ന കയറാണ് സകാത്തിന്റെ അവകാശങ്ങളിൽപ്പെട്ട ഒന്നെങ്കിൽ അത് അവർ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മരണം വരെ യുദ്ധം ചെയ്യുമെന്നാണ് ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അലംഘനീയമായ പ്രഖ്യാപനം. ഈ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന മുഹാജിറുകളെയും അൻസാറുകളെയും ആവേശഭരിതരാക്കി. അവരെ ബാധിച്ചിരുന്ന ആശങ്കകൾ, പ്രതിസന്ധികൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയുടെ ധീരമായ പ്രഖ്യാപനത്തെ തക്ബീർ മുഴക്കി സ്വാഗതം ചെയ്തു. അദ്ദേഹം ഈ വിഷയത്തിൽ ഉദാസീന സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇസ്ലാമിക പതാക ഈ സാർവത്രികമായ മതബഹിഷ്കരണത്തിന്റെ പ്രവാഹഘട്ടത്തിൽ നിലംപൊത്തുമായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം അവലംബിച്ച ധീരമായ നിലപാടാണ് വമ്പിച്ച വിപത്തുകളിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തെയും രാഷ്ട്രത്തെയും രക്ഷിച്ചത്. സിറിയയിലേക്ക് ഉസാമത്ത് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ നിയോഗിക്കാൻ നിശ്ചയിച്ചതും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സൈന്യം മദീനയിൽ നിന്ന് 3 നാഴിക അകലെ താവളമടിച്ച് യാത്രയ്ക്കൊരുങ്ങുമ്പോഴാണ് നബി തിരുമേനിയുടെ നിര്യാണ വാർത്ത അവിടെ എത്തിയത്. അതിനാൽ സൈന്യത്തിന്റെ യാത്ര നിർത്തിവെക്കേണ്ടി വന്നു.
പ്രവാചക വിയോഗത്തോടെ സൈനിക നിയോഗത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മദീന പോലും മതം വിട്ടുപോയവരുടെ ഭീഷണിക്കിരയായ ആ പ്രതികൂല സാഹചര്യത്തിൽ ഉസാമയുടെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് പട്ടാളത്തെ അയക്കുന്നത് അത്യന്തം ആപൽക്കരവും ആത്മഹത്യാപരവുമായിരിക്കുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബി പ്രമുഖർ അഭിപ്രായപ്പെട്ടു. അതിന്റെ പ്രധാന കാരണം മദീനയുടെ സുരക്ഷയും ഒരുപക്ഷെ ഖലീഫയുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലാണ് മതം വിട്ടുപോയവരുടെ നിലപാടുകൾ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ കാരണം ജനങ്ങൾ കൂട്ടമായി തന്നെ ഇസ്ലാം വിട്ടുപോവുകയും അവരുടെ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഖലീഫയുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന സാഹചര്യം നിലവിൽ വന്നപ്പോഴാണ്. സ്വഹാബികൾ ഈ അഭിപ്രായം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സൈന്യത്തെ നിയമിക്കുന്ന ഈ വിഷയം ഒരിക്കലും ജനഹിതത്തിന് വിധേയമല്ല. കാരണം സൈന്യത്തെ മുമ്പേ നിയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് തിരുത്താൻ ആർക്കും അനുവാദമോ അധികാരമോ ഇല്ല. അതിനാൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഉസാമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം സിറിയയുടെ നേരെ നീങ്ങട്ടെ. ഹിംസജന്തുക്കൾ എന്നെ റാഞ്ചിയെടുക്കുമെന്ന് വന്നാൽ പോലും നബി തിരുമേനി നിർദ്ദേശിച്ചത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഞാനൊഴിച്ച് ആരും ഈ നഗരത്തിൽ അവശേഷിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ തനിയെ അത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണ് മതപരിത്യാഗികൾക്കും സകാത്ത് നിഷേധികൾക്കുമെതിരെ പൊരിഞ്ഞ പോരാട്ടത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത്. പ്രവാചക നിയോഗത്തോടെ നിഷ്കാസിതമായ പഴയ ഗോത്രചിന്തയും കുലപ്പോരും പൈശാചിക രൂപമഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു. ആയിഷ ബീവി ആ വിഷയത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: കൂരിരുട്ടിൽ കൂട്ടം തെറ്റിപ്പോയ ആട്ടിൻപറ്റങ്ങളെ പോലെയായി മുസ്ലിം സമുദായം. ഹിംസജന്തുക്കളായ ജീവികൾ വസിക്കുന്ന കൊടുങ്കാറ്റിൻ നടുവിൽ ഒരു പെരുമഴക്കാലത്ത് കൂരിരുട്ടിൽ ഒറ്റപ്പെട്ടുപോയ ആട്ടിൻപറ്റങ്ങളെ പോലെയാണ് മുസ്ലിം സമുദായം എന്നാണ് അക്കാലത്തെക്കുറിച്ച് ആയിഷ ബീവി വിവരിക്കുന്നത്. പലരും ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: യാ അമീറുൽ മുഅ്മിനീൻ, അറബികളോട് ഒന്നായി യുദ്ധം ചെയ്യാൻ അങ്ങേക്കാവില്ല. അങ്ങ് വാതിലടച്ച് വീട്ടിലിരിക്കൂ. മരണം വരെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിതം കഴിച്ചുകൊള്ളൂ. നമ്മളിപ്പോൾ അശക്തരാണ്. നമുക്ക് അറബ്യൻ സമൂഹത്തോട് മുഴുവൻ യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിലില്ല. ഭക്ത്യാധിക്യത്താൽ ഏറെ നേരം കരയാറുള്ള തെന്നൽ പോലെ ലോലമാനസവും പട്ടുപോലെ മൃദുലഹൃദയനും മാതൃപനം പോലെ ആർദ്രപ്രകൃതക്കാരനുമായ അബൂബക്കർ സിദ്ദീഖ് ഈ അഭിപ്രായം കേട്ടപ്പോൾ അപ്പാടെ മാറി. അലറുന്ന ആഴി പോലെ, ഗർജിക്കുന്ന സിംഹം പോലെ സിദ്ദീഖുൽ അക്ബർ രൗദ്രഭാവം കൊണ്ടു. ഉമർ ഫാറൂഖിന്റെ മുഖത്ത് കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു: ഖത്താബിന്റെ പുത്ര, ജാഹിലിയ കാലത്ത് അജയ്യനായിരുന്ന താങ്കൾ ഇസ്ലാമിന്റെ കാര്യം വരുമ്പോൾ ഭയപ്പെടുകയോ അതോ ബലഹീനാവുകയോ? നമുക്ക് വഹിയ നിലച്ചിരിക്കുന്നു. ഇസ്ലാം സമ്പൂർണമായി ഞാൻ ജീവിച്ചിരിക്കെ അതിനെന്തെങ്കിലും കുറവ് വരുത്തുകയോ കൂടുതൽ വരുത്തുകയോ ചെയ്യുന്നതിന് അള്ളാഹുവാണ് അബൂബക്കർ അനുവദിക്കുകയില്ല. നാനാദിക്കിൽ നിന്നും ശക്തിയായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ ചായാതെ ചെരിയാതെ തകരാതെ തളരാതെ ഇസ്ലാമിക സമൂഹ സൗധത്തെയും രാഷ്ട്രത്തെയും നിലനിർത്തിയതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അത്യസാധാരണമായ ധീരതയ്ക്കും ദൃഢനിശ്ചയത്തിനുമുള്ള പങ്ക് എന്നും അനൽപമായി തുടരുന്നു.